ഹായ്, സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് 1973 മാർച്ച് 30 പുറത്തിറങ്ങിയ എൻ ഗോവിന്ദൻകുട്ടിയുടെ തിരക്കഥയിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത പൊന്നാപുരം കോട്ട എന്ന മൂവിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പടത്തിന്റെ പ്രൊഡ്യൂസർ വന്നിട്ട് കുഞ്ചാക്കോ തന്നെയാണ്. പ്രേം നസീർ, വിജയശ്രീ, കവിയൂർ പൊന്നമ്മ, KPSC ലളിത, അടൂർ ബാസി, രാജശ്രീ, അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് വിജയശ്രീ, തിക്കുറിശി, മണവാളം ജോസഫ്, അടൂർ പങ്കജം, ആലുമൂടൻ, ആറന്മുളം പൊന്നമ്മ, GK പിള്ള, KP ഉമ്മർ മുതലായവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത്. എൻ ഗോവിന്ദൻകുട്ടിയും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. മ്യൂസിക് ശ്രീ ദേവരാജൻ മാസ്റ്ററാണ്. പ്രധാനപ്പെട്ട പാട്ടുകൾ എന്ന് പറയുന്നത് ആദിപരാശക്തി എന്ന് പറയുന്നതും ചാമുണ്ടേശ്വരി എന്ന് പറയുന്നതും മന്ത്രമോതിരം എന്ന് പറയുന്ന ഒരു സോങ്, പിന്നെ അതേപോലെ നളചരിതത്തിലെ നായികയോ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. ഈ പടത്തിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ട് നളചരിതത്തിലെ നായികയോ എന്ന് പറയുന്നിട്ടുള്ളൊരു പാട്ട്. അതിഗംഭീരമായിട്ടുള്ളൊരു സോങ് ആണ്. എല്ലാ പാട്ടുകളും 7 പാട്ടുകളും ഉണ്ട് ഈ സിനിമയിൽ. വരികളെല്ലാം ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് വയലാറാണ്. പൊന്നാപുരം കോട്ട എന്ന സിനിമയുടെ ചെറിയൊരു കഥാസംഗ്രഹം നമുക്ക് ഇവിടെ നോക്കാം. പൊന്നാപുരം കോട്ടയുടെ അധിപൻ കേളുമൂപ്പൻ എന്ന് പറയുന്ന ആള് അത്ര വെടുപ്പായിട്ടുള്ളൊരു മനുഷ്യനല്ല. അയാള് കള്ളനും നീചനും ഒക്കെയാണ്. അയാൾ ഈ പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന കന്യകമാരായിട്ടുള്ള സ്ത്രീകളെ കന്യകാത്വം നഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന പോലത്തെ കലാപരിപാടികളൊക്കെയാണ് പുള്ളിക്കുള്ളത്. പിന്നെ പൊന്നാപുരം കോട്ടയെ കുറിച്ചിട്ട് പുറമേ എല്ലാവരും പറയുന്നത് കള്ളത്തരവും ചതിയും ഒക്കെ ഉള്ള ഒരു കോട്ടയാണ് പൊന്നാപുരം കോട്ട എന്ന് പറയുന്നത്. ഈ പൊന്നാപുരം കോട്ടയിൽ കുറെ മാന്ത്രിക കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. കുറെ മാന്ത്രിക കാര്യങ്ങൾ ഈ കോട്ടയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ പുള്ളി ഒരു ചെറിയ ഒരു മന്ത്രവാദിയും കൂടിയൊക്കെയാണ്. അതിൽ മന്ത്രവാദമായിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിലും ഈ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. കേളുമൂപ്പൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തുള്ള ധനികരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പകിട കളിക്കാനായിട്ടും പല പന്തയങ്ങൾക്കൊക്കെ ആയിട്ട് പൊന്നാപുരം കോട്ടയിൽ പോകുമ്പോൾ ഈ ചതിയിലൂടെയും ഈ മന്ത്രവാദത്തിലൂടെയും ഒക്കെ അവരുടെ സ്വത്തുക്കളും അവരുടെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും അപഹരിച്ചിട്ട് ഒന്നിനും കൊള്ളാത്ത ആളുകളായിട്ട് അവരെ പുറത്താക്കലാണ് അവരുടെ പതിവ്. അതായത് അവിടെ കയറി ചെല്ലുന്നതിന് വിജയം എപ്പോഴും കേളുമൂപ്പനായിരിക്കും. ഒന്നുകിൽ ചതി കാണിക്കും, അതല്ലെങ്കിൽ ആളുടെ മാന്ത്രിക പരിപാടികളിൽ കൂടെ അയാൾ വിജയിക്കും. അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഗുട്ടൻസ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നു പോകുമ്പോഴാണ് കുറുവഞ്ചേരി കുറുപ്പ് അദ്ദേഹം ഈ പറയുന്ന പോലെ കേളുമൂപ്പനെ തോൽപ്പിക്കണം എന്നുള്ള വാശിപ്പുറത്ത് ഈ പകിട കളിക്കാനായിട്ട് പൊന്നാപുരം കോട്ടയിലേക്ക് യാത്ര ചെയ്യാണ് നമ്മുടെ കുറുവഞ്ചേരി കുറുപ്പ്. കുറുവഞ്ചേരി അല്ല, കറവഞ്ചേരിയാണ് കേട്ടോ. കറവഞ്ചേരി എന്നാണ് പറയുന്നത്. ഈ കറവഞ്ചേരി തറവാട്ടിൽ കാലാകാലങ്ങളായിട്ട് സൂക്ഷിക്കുന്ന മാണിക്യക്കല്ലുണ്ട്. ഈ മാണിക്യക്കല്ലടക്കം എടുത്തിട്ടാണ് ഇങ്ങേര് അതായത് പന്തയം വെക്കണമല്ലോ, പകിടയ്ക്ക് ഏറ്റവും കൂടുതൽ പന്തയം വെക്കാൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ മാണിക്യക്കല്ലും ഉള്ള സമ്പാദ്യങ്ങളൊക്കെ എടുത്തിട്ട് പുള്ളി അവിടെ പോവുകയാണ്. പുള്ളി അവിടെ പോയി പകിടകളി തുടങ്ങുന്നു. പകിടകളി തുടങ്ങുമ്പോൾ അത് നല്ല രസമാണ്. അതൊക്കെ കാണിക്കുന്ന കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇപ്പോൾ കേളുമൂപ്പൻ അത്യാവശ്യം കുറച്ച് ചതിപ്രയോഗങ്ങളൊക്കെ കാണിച്ച് പുള്ളി ഒന്നുമല്ലാത്തൊരവസ്ഥയിലാക്കി പുറത്തേക്ക് പിന്തള്ളപ്പെടുകയാണ്. ഒരിത്തിരി അപ്പൊ ഇയാള് തിരിച്ച് ചോദിക്കുന്നുണ്ട്. മറ്റേ പുറമേ നിൽക്കുന്ന ഒരു കാവൽക്കാരുണ്ട്, മല്ലൻ എന്നാണ് പറയുക. അപ്പൊ ആ പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, എന്നെ ഒന്നും കൂടി ഒന്ന് അകത്തേക്ക് ഇടും. അപ്പൊ ഈ കോട്ടയുടെ അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ പോലും പൈസ വേണം. എന്ത് ചെയ്യുന്നുള്ളതിൽ ആകെ ഇതായിട്ടുള്ള അവസ്ഥയിൽ പുള്ളി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ പാനൂരിലെ മൂത്ത നമ്പ്യാര് വരുന്നത്. പാനൂരിലെ മൂത്ത നമ്പ്യാർ നമ്മുടെ തിക്കുറിശിയാണ്. ഈ സംഭവത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ്. അത് അത്രയും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയാണ്. പുള്ളിയാണ് ശരിക്കും ഈ സിനിമയിൽ കേളുമൂപ്പന്റെ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ പാനൂർ മൂത്ത നമ്പ്യാര് ഇതേപോലെ തന്നെ, അതായത് ഈ പൊന്നാപുരം കോട്ടയുടെ കേളുമൂപ്പന്റെ ഈ കള്ളക്കഥകളും കള്ളക്കളികളെല്ലാം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പൊന്നാപുരത്തേക്ക് വരുന്ന സമയമാണ്. അങ്ങനെ വരുമ്പോൾ കറവഞ്ചേരി കുറുപ്പിന്റെ വിഷമം ഈ പാനൂർ മൂത്ത നമ്പ്യാര് കേൾക്കുകയും പാനൂർ മൂത്ത നമ്പ്യാർ ഇയാളെ കൊണ്ടുപോയിട്ട്, നീ വിഷമിക്കണ്ട, നീ ഇവിടെ തൽക്കാലം ഈ ഒരു സത്രം ഉണ്ട് അവിടെ, ആ സത്രത്തിൽ നീ കിടന്നോളൂ, ഞാൻ എങ്ങനെ പോയാലും കേളുമൂപ്പനെ തോൽപ്പിക്കും. അപ്പോൾ അത് മുഴുവൻ എടുത്ത് തൻ്റെ തറവാട്ടിലെ മാണിക്യവും തനിക്ക് വേണ്ട സ്വത്തുകളൊക്കെ ഞാൻ അവിടുന്ന് എടുത്ത് തരാം എന്നും പറഞ്ഞ് ഒരു ശുദ്ധമായിട്ടുള്ള വ്യക്തിത്വമാണ് ഈ പാനൂർ മൂത്ത നമ്പ്യാർ എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ പുള്ളി ഇങ്ങനെ കിടന്നു. അപ്പൊ കറവഞ്ചേരി കുറുപ്പ് കിടന്നു. കേളു നമ്പ്യാരല്ല,
നമ്മുടെ പാനൂര് നമ്പ്യാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് കിടന്നിട്ട് അപ്പൊ തന്റെ കയ്യിലുള്ള സ്വർണങ്ങളും രത്നങ്ങളും വിലമതിക്കാനാവാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി എല്ലാം ഉറപ്പുവരുത്തി. കാരണം ഇനി താൻ പോകുന്നത് കേളുമൂപ്പന്റെ അടുത്തേക്കാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ സമ്പാദ്യം നമുക്കൊരു ഓർമ്മയിൽ വേണമല്ലോ എന്ന് ധരിച്ചിട്ടായിരിക്കണം. അപ്പൊ ഇയാൾ ഇതൊക്കെ നോക്കുന്നത് നമ്മുടെ കറുവഞ്ചേരി കുറുപ്പ് കാണുന്നുണ്ട്. ഈ കുറുപ്പ് അപ്പോ സാധാരണ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ആൾക്ക് കണ്ണൊക്കെ മഞ്ഞളിച്ച് ആളാകെ ഒരു പരിവാവാണ്. ഈ പരിവാവുമ്പോ ഇയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്പ്യാര് ഉറങ്ങണ സമയത്ത് നമ്പ്യാരിന്റെ വയറിലേക്ക് അല്ലെങ്കിൽ വയറെന്ന് കാണിക്കുന്നില്ല, തന്റെ കഠാര ഉപയോഗിച്ചുകൊണ്ട് 2-3 വട്ടം ആവർത്തിച്ച് കുത്തിയിട്ട് ഈ നമ്പ്യാരുടെ സ്വർണങ്ങളും രത്നങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവാണ്. ഈ തിരിച്ചു പോകുമ്പോൾ ഈ കുറുപ്പിന്റെ, അതായത് കറുവഞ്ചേരി കുറുപ്പിന്റെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ കവിയൂർ പൊന്നമ്മയാണ്. അപ്പൊ ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ അവര് ചെല്ലുമ്പോൾ ഇത് ഒരാളെ ചതിച്ചു വന്നിട്ടുള്ള പൈസയൊന്നും എനിക്ക് വേണ്ട, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ സാധാരണ ഒരു ആകെ ബഹളമയം ഒക്കെയാണ് നടക്കുന്നത്. അപ്പൊ അതിനിടയിൽ ഈ തിക്കുഋഷി, അതായത് മൂത്ത നമ്പ്യാര് എങ്ങനെയൊക്കെയോ ഇഴഞ്ഞ് തന്റെ വീട്ടിലേക്ക് എത്തണം. അപ്പൊ അവിടെയാണ് ഈ നമ്പ്യാരുടെ 2 മക്കളാണ് നമ്മുടെ നായിക വിജയശ്രീയുടെ പേര് ബാല എന്നാണ്, പിന്നെ കന്നി എന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനെ 2 പെൺമക്കളാണ്. അപ്പോ അവർക്ക് മനസ്സിലാവണം അച്ഛനെന്തോ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് വരികയും എങ്ങനെയൊക്കെയോ തിക്കുറിശി ഇങ്ങനെ പതുക്കെ നീങ്ങി പോകുമ്പോഴത്തേക്കും ഇവർ അച്ഛനും ഇവരെയും തമ്മിൽ വഴിക്ക് വെച്ചിട്ട് കണ്ടുമുട്ടുന്നു. അപ്പോൾ പറയാണ്, എന്നെ ഇങ്ങനെ കറുവഞ്ചേരി കുറുപ്പ് ചതിച്ചു, നിങ്ങൾ പകരം വീട്ടണം എന്നുള്ള രീതിയിൽ മറ്റേ നമ്പ്യാര് പറയുന്നു. അപ്പോ അതിനുള്ള ആ ഒരു ശപഥം ഈ കുട്ടികൾ എടുക്കുകയാണ്. ഈ കുട്ടികൾ, അതായത് വിജയശ്രീയും കൂടെയുള്ള ലേഡിയുടെ പേര് എനിക്കറിയില്ല, കന്നി എന്നാണ് സിനിമയിലെ പേര് വരുന്നത് കേട്ടോ. അപ്പൊ അവര് ഇതെടുത്തിട്ട് അച്ഛന്റെ ചിത കത്തി അമരും മുമ്പ് ഞാൻ പകരം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവര് പട നയിക്കുകയാണ് കറുവഞ്ചേരി തറവാട്ടിലേക്ക്. ഈ കറുവഞ്ചേരി തറവാട്ടിലേക്ക് പട നയിക്കുന്ന സമയത്ത് പട നയിക്കുന്നു. അവര് നല്ലൊരു യുദ്ധം ഉണ്ടാവുന്നു. ഈ കുറുപ്പിനെ ഈ വിജയശ്രീ, അതായത് ബാല വധിക്കുന്നു. അപ്പോ ഇത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ തന്നെ ഇതിലേറ്റവും കാളികാവ് എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഭഗവതിയുടെ പ്രീതിക്കൊക്കെ അവിടെ കാളികാവ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. അപ്പൊ ഈ കാളികാവില് പക്ഷെ വിജയശ്രീയുടെ ബാല ശരിക്കും പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, കുറുപ്പിന്റെ മക്കളെയും ആ കുടുംബത്തിന്റെ, അതായത് കറുവഞ്ചേരി കുടുംബത്തിന്റെ അടിവേര് വരെയും ഇവള് മുറിച്ചു മാറ്റുമെന്ന് ഇവള് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പ്രതിജ്ഞ ചെയ്യുമ്പോഴാണ് കാളികാവില് ഈ കുറുപ്പിന്റെ 2 മക്കൾ വരുന്നത്, ഒന്ന് നസീറും ഒന്ന് KP ഉമറുമാണ്. നസീറിന്റെ ഈ സിനിമയിലെ പേര് എന്ന് പറയുന്നത് കമ്മു എന്നും KP ഉമറിന്റെ പേര് കണാരൻ എന്നുമാണ് ഇവരുടെ 2 പേരുടെ കഥാപാത്രങ്ങൾ. അപ്പൊ ഇവര് അവിടുത്തെ ആ കാളികാവിലെ പൂജാരിയുടെ നിർദ്ദേശപ്രകാരം അതിനു മുമ്പ് തന്നെ ഉണ്ട് ഒരു കാര്യമുണ്ട്. ഈ പൂജാരി ഒരു മാന്ത്രിക ഉറുക്ക്, ഒരു മാന്ത്രിക ഏലസ് കണാരന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭഗവതിക്ക് പൂജ കഴിച്ചിട്ടുള്ള ഉടവാള് കമ്മൂനെ മേൽപ്പിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് കിട്ടുന്ന നിയോഗവും നമ്മുടെ കേളുമൂപ്പനെ വധിച്ച് പൊന്നാപുരം കോട്ട തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവര് കറുവഞ്ചേരി കുറുപ്പ്, നേരത്തെ പറഞ്ഞു കറുവഞ്ചേരി കുറുപ്പാണ് ഇവരുടെ അച്ഛൻ. അപ്പൊ കറുവഞ്ചേരി കുറുപ്പിനെ വിജയശ്രീ വധിച്ചു. അപ്പൊ ഇവരിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതായത് പൂജാരി ഇവരോട് പറയുന്നുണ്ട്, നസീറിനോടും ഉമ്മറിനോടും പറയാണ്, നിങ്ങൾ അരുതാത്ത വാക്കുകളൊക്കെ കേൾക്കും, അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം നിങ്ങൾ നടത്തുക എന്ന് പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞിട്ട് അവർ തിരിയുന്ന സമയത്ത് ഇവരുടെ അമ്മ ഓടി വന്നിട്ട് പറയാണ്, മക്കളെ ഇന്ന പോലെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായി, അപ്പൊ അതില് നിങ്ങളുടെ അച്ഛനെ വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉമ്മർ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഉമ്മറും പ്രേംനസീറും ഇപ്പൊ തന്നെ അച്ഛനെ വധിച്ചിട്ടുള്ള നമ്പ്യാരുടെ ആ കുടുംബത്തിനെ ഞങ്ങളിപ്പോ തീർക്കും എന്നും പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് അമ്മയും ആ പൂജാരിയും പറയുകയാണ്, നിങ്ങളിപ്പോ അതിനല്ല പുറപ്പെടേണ്ടത്, കേളുമൂപ്പന്റെ ഇത് അവസാനിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ തെറ്റ് ചെയ്തത് നിങ്ങളുടെ അച്ഛൻ തന്നെയാണ്. അപ്പോ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ തിരിയും, അതല്ല വേണ്ടത് എന്ന് പറയുന്നു. നസീർ കുറെയൊക്കെ കാര്യങ്ങൾ, പ്രേംനസീറിന്റെ ക്യാരക്ടർ കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് നമ്മുടെ കമ്മു എന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ
ഉമ്മറിന്റെ ക്യാരക്ടർ അല്ല കണാരന് അത് അത്ര ബോധിക്കുന്നില്ല. ഓക്കെ, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ അപ്പൊ പൂജാരിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇവര് പേരുകൾ മാറ്റുകയാണ്. ഒന്ന് കണാരൻ കണ്ണൻ എന്നും നമ്മുടെ നസീറിനല്ല കമ്മു തമ്പി എന്നും ഉള്ള പേര് സ്വീകരിച്ചിട്ട് ഇവരും പൊന്നാവരം കോട്ടയിലേക്ക് പോകുന്നു. ഈ പോകുന്ന വഴിക്ക് മറ്റേ നമ്പ്യാരുടെ മക്കളായിട്ടുള്ള വിജയശ്രീനെയും പൊന്നീനെയും കാണുകയാണ്. അപ്പൊ അവര് അവിടുന്ന് പേരുകൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെയാണല്ലോ ഇവര് പരിചയപ്പെടുന്നത്. അങ്ങനെ അവര് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഈ വിജയശ്രീ അവിടെ ഇത് മാറിയിട്ടുണ്ട് കേട്ടോ. വിജയശ്രീയുടെ ഇത് രൂപമൊക്കെ മാറി. ഒരു രാജകുമാരന്റെ വേഷത്തിലാണ് ഇളമുറത്തമ്പുരാൻ അല്ലെങ്കിൽ രാജകുമാരൻ അങ്ങനെയുള്ള ഒരു വേഷത്തിലാണ് വിജയശ്രീ വരുന്നത്. ആ ഇളമുറത്തമ്പുരാന്റെ ഭാര്യയുടെ രൂപത്തിലാണ് മറ്റേ നമ്മുടെ കന്നി എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇവര് പോകുന്നു. ഇവരുടെ ഒപ്പം നമ്മുടെ അടൂർ ബാസി ഉണ്ട്. പിന്നെ വേറൊരു ക്യാരക്ടറും കൂടി ഉണ്ട്. എനിക്ക് ആളുടെ പേര് എനിക്കറിയില്ല. ഈ പൂജാരിയുടെ ശിഷ്യനായിട്ട് ഒരാള് കൂടെ വരുന്നുണ്ട്. പുള്ളിയുടെ പേര് എനിക്കറിയില്ല. നല്ല കഥാപാത്രങ്ങളാണ്. ഇവർ രണ്ടുപേരും ഒടുക്കത്തെ കോമഡിയാണ്. ഒരു രക്ഷയില്ല ആ കാര്യത്തിൽ, ഒരു സംശയമില്ലാത്ത തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് പൊന്നാപുരം കോട്ടയിലേക്ക് യാത്ര തിരിക്കുന്നു. അങ്ങനെ അവർ പൊന്നാപുരം കോട്ടയിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഇവര് പൊന്നാപുരം കോട്ടയിലേക്ക് കയറുന്നു. ഇതിനിടയിൽ അവിടെ പണം കെട്ടിവെക്കണം കയറണമെന്ന്. പൊന്നാപുരം കോട്ടയിലേക്ക് കയറാൻ വേണ്ടി പണം കെട്ടിവെക്കണം. അപ്പൊ അങ്ങനെ അവര് പൈസ കൊടുക്കുന്നു. അവിടെ അതിനകത്തേക്ക് കയറുന്നു. അടൂർ ബാസിയുടെ ഒക്കെ തകർപ്പൻ കോമഡികളാണ് അതിനിടയിലൊക്കെ ഉള്ളത്. ഒരു രക്ഷയില്ല. കിട്ടിലൻ സംഭവങ്ങളാണ്. അപ്പൊ അങ്ങനെ അവർ അതിനകത്തേക്ക് കയറുന്നു. അവസാനം അപ്പൊ അവര് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ അമ്പ് ചെയ്യുന്നൊരു മത്സരമുണ്ട്, അപ്പൊ അതിന് തയ്യാറാണോ എന്ന് ചോദിക്കണം. അപ്പൊ അതിലൊരാൾ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് പൊൻപണം അവിടെ കെട്ടണം. അപ്പൊ അത് നിങ്ങൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ 4 ഇരട്ടി കിട്ടും. അപ്പൊ പോയാലോ എന്ന് അടൂർ ബാസ എന്നോട്, നിങ്ങൾ കെട്ടിവെച്ച കാശും പോവും, നിങ്ങളുടെ തലയും പോവും. ഇതാണ് ഉത്തരം. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ നമ്മുടെ യുവരാജാവ്, അതായത് നമ്മുടെ വിജയശ്രീയുടെ ക്യാരക്ടർ വന്നിട്ട് പറഞ്ഞു, ഇത് സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ആരും ഇതിലേക്ക് വരാറില്ല അത്ര, ഇവരിത് ചെയ്യുമ്പോ തന്നെ. അപ്പൊ അങ്ങനെ നമ്മുടെ വിജയശ്രീ അമ്പ ചെയ്താണ് ആ കിളിയുടെ ആ പറഞ്ഞ രീതിയിലൊന്നും അവരവിടെ നിന്ന് ജയിക്കുന്നു. അപ്പൊ ഈ കേളുമൂപ്പന്റെ ഒരു വിളക്കുണ്ട്, ഒരു മാന്ത്രിക വിളക്ക്. അപ്പൊ അതിങ്ങനെ അവർ ഓരോന്ന് ജയിച്ച് പോകുമ്പോൾ ഓരോ വിളക്കുകൾ ഇങ്ങനെ കെട്ട് വരികയാണ്. പിന്നെ അടിപൊളിയായിട്ടൊരു ഒരു നൃത്തമുണ്ട്. ആ അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ജയിച്ച് വന്നു. അവസാനത്തെ റൗണ്ടായിട്ടുള്ള ഒരു നൃത്തവിരുന്നുണ്ട്. അപ്പൊ അവിടേക്ക് എത്തി. അപ്പൊ അവരെ പാട്ടുപാടലും നൃത്തങ്ങളാണ്. ആ നൃത്തം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോൽപ്പിക്കണം. അപ്പൊ കേളുമൂപ്പന്റെ അടുത്ത് 2 പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ഇവരും ഉണ്ട്. അപ്പൊ ആ നൃത്തത്തിനിടയിൽ ആ നൃത്തം ചെയ്തുകൊണ്ടിരിക്കണം. ആ നൃത്തം ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഉറുക്കിന്റെ, അതായത് ഈ ഏലസുകളുടെ ഒക്കെ മാന്ത്രിക ശക്തി എന്താന്നൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അതിൽ കേളുമൂപ്പൻ ചതിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഉമ്മറാണ് ഇവരെ രക്ഷിക്കുന്നതൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവട്ടെ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ. ആ പാട്ടിന് പ്രാധാന്യമുണ്ട്, സ്കിപ്പ് ചെയ്യരുത്. ആ പാട്ടിന് നല്ലൊരു പ്രാധാന്യമുണ്ട്. നല്ല രസമുള്ള ഒരു പാട്ടാണ്. അത് കഴിയുമ്പോഴും ഇപ്പൊ കേളുമൂപ്പന് മനസ്സിലായി ഇവര് ഇത്തിരി പെശ കുടിച്ച ആൾക്കാരാണ്. അപ്പൊ ഇവരെന്നെ തോൽക്കണം. അപ്പോഴാണ് ഇവര് ചൂതാട്ടത്തിലേക്ക് വരുന്നത്. ഇനി ചൂതാട്ടത്തിൽ കൂടെ നിങ്ങളെ തോൽപ്പിക്കാം എന്നുള്ള ഒരു രീതിയിൽ ഇനി അടുത്തത് നിങ്ങൾ ചൂതാടാൻ വേണ്ടി വിളിക്കുന്നു. ചൂതാട്ടത്തിന് നമ്മുടെ രാജകുമാരൻ ആദ്യം ഉമ്മറിന്റെ കഥാപാത്രമാണ് ഇരിക്കുന്നത്. ഉമ്മറിന് ജയിക്കാൻ പറ്റുന്നില്ല. കള്ളത്തരത്തിൽ കൂടെ കേളുമൂപ്പൻ ജയിക്കുകയാണ്. പിന്നെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് 2ാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് രാജകുമാരൻ ഇരിക്കുന്നു. രാജകുമാരൻ ആദ്യത്തെ റൗണ്ടിൽ പൈസയൊക്കെ മേടിച്ചു പോകുന്നു. അപ്പൊ 2ാമത്തെ റൗണ്ടിലേക്ക് അപ്പം ഇനിയിപ്പോ വേണ്ട, നാളെ കളിക്കാന്ന് പറഞ്ഞിട്ട് രാജകുമാരൻ ഇങ്ങോട്ട് പോരുകയാണ്. അപ്പൊ കേളുമൂപ്പന്റെ ഒപ്പം ഒരു മാളു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ആ മാളു പറയുന്നുണ്ട്, വേണ്ട, അത് അബദ്ധാവും, നിങ്ങൾക്കത് അബദ്ധാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇല്ല, ഞങ്ങൾ കളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീണ്ടും 2ാമത്തെ ഇത് നമ്മുടെ പകിട കളിക്കുമ്പോൾ ഈ രാജകുമാരന്, അതായത് നമ്മുടെ വിജയശ്രീക്ക് മനസ്സിലാവുകയാണ് ഇത് ഈ ഏലസിന്റെ ബലത്തിലാണ് ഇയാൾ ജയിക്കുന്നതെന്ന്. അതൊക്കെ കാണാൻ നല്ല രസമുള്ള കാര്യങ്ങളാണ്, നല്ല കാഴ്ചകളാണ്, അതിലൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ മനസ്സിലാണ്. അപ്പൊ ഇവള് നിബന്ധന വെക്കുകയാണ്, നിങ്ങൾ ആ രക്ഷ മാറ്റിയിട്ട് കളിക്കൂ, എന്നാൽ നമുക്ക് കളിക്കാം, അല്ലെങ്കിൽ കളി തുടരാൻ സാധ്യമില്ല എന്ന് പറയുന്നത്. അപ്പോ കേളുമൂപ്പൻ പറയാണ്, അതിനൊരു മറുപടി പറയുന്നുണ്ട്, നിങ്ങളുടെ ഉടുവസ്ത്രം പോലും ഇല്ലാണ്ട് നിങ്ങൾ ഇരുന്ന് കളിക്കാമെന്നാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂ, അതുപോലെ തന്നെയാണ് ഇതും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോ ഇങ്ങനെയാണെങ്കിൽ കളിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഈ വിജയശ്രീ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ തടവിലാക്കുകയാണ് കേളുമൂപ്പൻ.
അപ്പൊ ഇവള് തോറ്റതായിട്ട് പ്രഖ്യാപിച്ചിട്ട് തടവിലാക്കുകയാണ്. അപ്പൊ അങ്ങനെ തടവിലാക്കുമ്പോൾ മാളു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഈ വിജയശ്രീ അല്ലല്ലോ, അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ രാജകുമാരനാണല്ലോ, അപ്പൊ അവരോടൊരു ഒരു ചെറിയൊരു പ്രേമം വരികയും അപ്പൊ അതിങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിൽ ദാരുണമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ഈ മാളു മരിക്കുകയാണ്. പിന്നെ അവിടെ എന്ത് നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമ. പിന്നെ ഞാൻ പറയാം, എല്ലാ നടീനടന്മാരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഒപ്പത്തിനൊപ്പം എന്നുള്ള രീതിയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷെ അവസാനത്തെ ഒരു 5 മിനിറ്റ് വിജയശ്രീ എന്ന് പറയുന്ന ആ മഹാനടി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം പെർഫോമൻസ്. അതായത് പ്രേം നസറിന്റെയും ഇവരുടെയും ഒരു ഡ്യുവൽ മാനസികാവസ്ഥയുണ്ട്. അതായത് നമ്മുടെ അച്ഛന് കൊടുത്ത വാക്ക്, നമ്മുടെ സ്നേഹം, ഇങ്ങനെയൊക്കെ ഉള്ളിൽ നിന്നിട്ടുള്ള ഒരു വാക്കും അതും ഗംഭീര ഉറുമി ഫൈറ്റാണ്. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ്. അതും ഉറുമി കൊണ്ടുള്ള അതിഗംഭീര പരിപാടി. ഗവിയിലെ ഒരുവിധം അതായത് കാടിന്റെ ഭാഗങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഗവിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കക്കി ഡാമിന്റെ അടുത്ത് 1971 മറ്റോ ഇവരുടെ കുറെ സെറ്റുകളൊക്കെ ഇട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കക്കി ഡാമിന്റെ അടുത്താണ് ഈ സംഭവങ്ങളൊക്കെ. പിന്നെ അതേപോലെ നമ്മുടെ തൃശ്ശൂര് അതിരപ്പള്ളിയിൽ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആ ഷൂട്ടിംഗ് കൊണ്ട് പല വിവാദങ്ങളും പലതും പുറത്തുപോയി നടന്നിരുന്നു എന്ന് നമുക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പിന്നെ കുറച്ച് ഭാഗങ്ങൾ അതിരപ്പള്ളിയിൽ ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട്. വളരെ കുറച്ച് നാളാണ് വിജയശ്രീ എന്ന് പറഞ്ഞ നടി അഭിനയിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ 65ഓളം സിനിമകളിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അവര് പിന്നെ എന്തോ ഒരു ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുകയാണെന്നും ഒക്കെ ഉള്ളൊരു റൂമറുകളുണ്ട്. അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല. പക്ഷെ എന്നാലും അറിഞ്ഞൊരു സംഭവം നമ്മളിവിടെ പറഞ്ഞു എന്ന് മാത്രം. എന്നുവെച്ചാൽ ഈ പടത്തിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറെ പറഞ്ഞു മനസ്സിലായെന്ന് മാത്രം. പക്ഷെ വിജയശ്രീ ഒരു രക്ഷയില്ല, കിടിലിനാണ്. നസീർ ഒന്നും പറയാനില്ല, കിടിലിനാണ്. KP ഉമ്മറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ അവസാനത്തെ കുറച്ച് ഭാഗത്തെ ഉമ്മർ കൂടുതലും വില്ലൻ ക്യാരക്ടറിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിലും ആദ്യത്തെ കുറെ ഭാഗങ്ങളുണ്ട്. ഈ മൈന്യൂട്ടായിട്ടുള്ള അഭിനയങ്ങൾ പോലും കൃത്യമായിട്ടാണ് പുള്ളി അഭിനയിച്ചു വെച്ച് പോരുന്നത്. രക്ഷയില്ല. പക്ഷെ അവസാനത്തെ 5 മിനിറ്റിന്റെ പെർഫോമൻസിൽ വിജയശ്രീ കിടിലിനാണ്. അത് നിങ്ങൾക്ക് എന്തായാലും യൂട്യൂബിൽ എന്തായാലും പൊന്നാപുരം കോട്ട കിടപ്പുണ്ട്, കണ്ടു നോക്കുക. കണ്ടിട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും ചെയ്തിട്ട് പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും ഇതേപോലെയുള്ള സിനിമകളായിട്ടും പിന്നെ എന്തെങ്കിലും ചെറിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ടൊക്കെ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ ബൈ.